ഹലോ കുട്ടികളെ, 6ാം ക്ലാസ്സിലെ മണി മാത്ത് പണക്കണക്കുകൾ എന്ന ചാപ്റ്ററിൻ്റെ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസുകളുടെ കണ്ടിന്യൂഷനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത്. അടുത്ത സെക്ഷൻ പെർസെൻറ്റ് പ്രോബ്ലംസ് അഥവാ ശതമാന കണക്കുകൾ എന്നതാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ആ ക്വസ്റ്റ്യൻ നോക്കാം. ചോദ്യം ഇതായിരുന്നു: എ ടെക്സ്റ്റൈൽ ഷോപ്പ് ഓഫേഴ്സ് 30% ഡിസ്കൗണ്ട് ഇഫ് ക്ലോത്ത്സ് ആർ ബോട്ട് ഫോർ 450 റുപ്പീസ്. വാട്ട് ഈസ് ദ ആക്ച്വൽ ഡിസ്കൗണ്ട് എമൗണ്ട്? ഒരു തുണിക്കടയിൽ 30% ഡിസ്കൗണ്ട് വിലക്കിഴിവിലാണ് തുണികൾ വിൽക്കുന്നത്. ഇഫ് ക്ലോത്ത്സ് ആർ ബോട്ട് ഫോർ 450 റുപ്പീസ്, തുണികൾ ഇപ്പോൾ 450 രൂപയ്ക്ക് വാങ്ങിയെങ്കിൽ വാട്ട് ഈസ് ദ ആക്ച്വൽ ഡിസ്കൗണ്ട് എമൗണ്ട്? യഥാർത്ഥ വിലക്കിഴിവിന് എത്ര രൂപയ്ക്കാണ് കിട്ടിയത്? നമ്മളിവിടെ പെർസെൻറ്റേജിലാണ് പറഞ്ഞിരിക്കുന്നത്, ശതമാനത്തിൽ. അത് രൂപയാക്കി കണ്ടുപിടിക്കാനാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് എത്രയാണെന്ന് നോക്കാം. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ്, വിലക്കിഴിവിൻ്റെ ശതമാനം എത്രയാണ്? 30% എത്ര രൂപയ്ക്കാണ് തുണികൾ വാങ്ങിയത്? 450 രൂപയ്ക്കാണ് വാങ്ങിയത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിസ്കൗണ്ട് എമൗണ്ടാണ് കാണേണ്ടത്. വിലക്കിഴിവ് എത്ര രൂപയുടെ വിലക്കിഴിവാണെന്നാണ്. അതായത് 30% ഓഫ് 450, 450ൻ്റെ 30%. ശതമാനം പെർസെൻറ്റേജ് മാറ്റാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 450. ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0, ഇവിടെ ഒരു 0 ഉണ്ട്, 0. അപ്പോൾ ഡിനോമിനേറ്ററിലെ 0യും ന്യൂമറേറ്ററിലും മുകളിലുള്ള 2 0യും ക്യാൻസൽ ചെയ്ത് കളഞ്ഞപ്പോൾ 3 × 45 എന്ന് എഴുതാം. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് 135 രൂപ എന്ന് കിട്ടും. 135 റുപ്പീസ്. മലയാളത്തിൽ എഴുതുമ്പോൾ വിലക്കിഴിവ് ശതമാനം 30%. വിലക്കിഴിവ് കാണാൻ 450ൻ്റെ 30% കാണുക. അതായത് 30/100 ഇൻറ്റു 450. 0 0, ഇവിടുത്തെ 0 0 ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ നമുക്ക് 3 × 45 ചെയ്ത് നോക്കുമ്പോൾ 135 രൂപ എന്ന് കിട്ടും. അപ്പോൾ ഇതുപോലുള്ള പ്രോബ്ലംസ് പേജ് നമ്പർ 110 ടെക്സ്റ്റ് ബുക്ക് എക്സസൈസുകളായി കൊടുത്തിട്ടുണ്ട്. നമുക്കത് ചെയ്യാം. First question: at the books festival, all books are given 15% discount. See the prices of books Reena and her friends bought. Calculate how much each has to pay. പുസ്തകോത്സവത്തിൽ വാങ്ങുന്ന പുസ്തകങ്ങൾക്കെല്ലാം 15% വിലക്കുറവുണ്ട്. ശ്രീനയും കൂട്ടുകാരും വാങ്ങിയ പുസ്തകങ്ങളുടെ വില നോക്കൂ. ഓരോരുത്തരും കൊടുക്കേണ്ടത് എത്ര രൂപയാണെന്ന് കണക്കാക്കുക. ഒന്നാമത്തെ ചോദ്യത്തിൽ എന്താണ് പറഞ്ഞിരുന്നത്? അറ്റ് ദ ബുക്സ് ഫെസ്റ്റിവൽ ഓൾ ബുക്സ് ആർ ഗിവൺ 15% ഡിസ്കൗണ്ട്. പുസ്തകമേളയിൽ എല്ലാ പുസ്തകങ്ങളും 15% വിലക്കിഴിവിനാണ് നൽകുന്നത്. സീ ദ പ്രൈസസ് ഓഫ് ബുക്സ് ശ്രീന ആൻഡ് ദെയർ ഫ്രണ്ട്സ് ബോട്ട്. താഴെ ശ്രീനയും അവരുടെ കൂട്ടുകാരും വാങ്ങിയ ബുക്കുകളുടെ വിവരങ്ങളാണ് തന്നിരിക്കുന്നത്, വില വിവരങ്ങളാണ് തന്നിരിക്കുന്നത്. കാൽക്കുലേറ്റ് ഹൗ മച്ച് ഈച്ച് ഹാസ് ടു പേ. ഓരോരുത്തരും എത്ര രൂപ വീതം അടയ്ക്കണമെന്ന് കണ്ടെത്തുക. അപ്പോൾ ആദ്യം നമുക്ക് ഓരോരുത്തരായി എടുത്ത് ചെയ്യാം. ശ്രീന എന്ന കുട്ടി വാങ്ങിയിരിക്കുന്നത് 540 രൂപയ്ക്കാണ് പുസ്തകങ്ങൾ വാങ്ങിയിരിക്കുന്നത്. 540 രൂപയ്ക്കാണ് വാങ്ങിയിരിക്കുന്നത്. ഇവിടെ പുസ്തകങ്ങളെല്ലാം, ബുക്കുകളെല്ലാം 15% ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് മലയാളത്തിൽ വിലക്കിഴിവ്. എത്രയാണ് വിലക്കിഴിവ്? 15% അല്ലേ? അപ്പോൾ 15% ഓഫ് 540, 540ൻ്റെ 15%. എങ്ങനെയാണ് കാണുന്നത്? 15/100. ശതമാനം മാറ്റുക, പെർസെൻറ്റേജ് മാറ്റാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 540. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്. 0 0 ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇനി 0 ഒന്നുമില്ല, 0 ഒന്നുമില്ല. നമുക്കിനി ഇതിന് എന്ത് ചെയ്യാം? പല രീതിയിൽ ചെയ്യാം. ഇവിടെ മുകളിലും താഴെയുള്ള നമ്പർ നമുക്ക് ഒരേ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് മാറ്റാം, വെട്ടിക്രിയ ചെയ്യാം. അല്ലെങ്കിൽ ഇത് മുകളിലുള്ള 2 നമ്പറും മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം 10 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഞാൻ മുകളിലുള്ള നമ്പർ 15 × 54 ഡിവൈഡഡ് ബൈ 10. 15 × 54 ചെയ്ത് നോക്കുമ്പോൾ 15 × 54. 5 4s are 20, remainder 2. 1 4 is 4, 4 + 2 6, 5 5s are 25, remainder 2. 1 5 is 5, 5 + 2 7, 0, 810 എന്ന് കിട്ടും. 810. അടിയിൽ ആരുണ്ട്? 10 ഉണ്ട് അല്ലേ? 0 0 ക്യാൻസലായി പോയിട്ട് ഡിസ്കൗണ്ടായി കിട്ടുന്നത് 81 രൂപയാണ്. 540 രൂപയ്ക്ക് ബുക്കുകൾ വാങ്ങുമ്പോൾ 81 രൂപ കുറച്ച് കൊടുത്താൽ മതി. അപ്പോൾ ശ്രീന ഹാസ് ടു പേ. ശ്രീനയ്ക്ക് അടയ്ക്കേണ്ട തുക എന്ന് പറയുന്നത് എത്രയാണ്? 540ൽ നിന്ന് 81 രൂപ കുറയ്ക്കുക. അപ്പോൾ 459 രൂപ എന്ന് കിട്ടും. 489 റുപ്പീസ് ശ്രീനയ്ക്ക് കൊടുക്കേണ്ട രൂപ, കൊടുക്കേണ്ടതെന്ന് എഴുതിയാൽ മതി. കൊടുക്കേണ്ട തുക എത്ര രൂപയാണ് ബുക്കിൻ്റെ തുകയായിട്ട് കൊടുക്കേണ്ടത്? 489 രൂപ.
രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ടെസ്സിയാണ്. ടെസ്സി പുസ്തകങ്ങൾ വാങ്ങിയ വില എത്രയാണ്? 375 രൂപയാണ് പുസ്തകങ്ങൾ വാങ്ങിയത്. അപ്പോൾ പ്രൈസ് ഓഫ് ബുക്ക് 375. മലയാളത്തിൽ എഴുതുമ്പോൾ പുസ്തകത്തിൻ്റെ വില. ടെസ്സി വാങ്ങിയ പുസ്തകത്തിൻ്റെ വില എത്രയാണ്? 375 രൂപ. അത്രയും റുപ്പീസ്. ഡിസ്കൗണ്ട് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്, 15%. അപ്പോൾ ഡിസ്കൗണ്ട് കാണാം. ഡിസ്കൗണ്ട് അഥവാ വിലക്കിഴിവ് 15%. അപ്പോൾ ഈ 375ൻ്റെ 15% കാണുക. 15% ഓഫ് 375. പെർസെൻറ്റേജ് മാറ്റുമ്പോൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 375. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും 5 വെച്ച് 5ൻ്റെ ടേബിളിലുള്ള നമ്പറാണ്. 5 അവസാനം വന്നിരിക്കുന്നുണ്ട്. 5ൻ്റെ ടേബിളിലുണ്ട്. താഴെയുള്ള നമ്പറും 5ൻ്റെ ടേബിളിലുണ്ട്. അങ്ങനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് ക്യാൻസൽ ചെയ്തൊക്കെ ചെയ്യാം. എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടം അങ്ങനെ ചെയ്യുക. ഞാനിവിടെ ന്യൂമറേറ്ററിലുള്ള 2 നമ്പറും മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷമാണ് 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ 15ഉം 375ഉം കൂടി ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. 375 ഇൻറ്റു 15. 5 5s are 25. റിമൈൻഡർ 2. 7 5s are 35 പ്ലസ് 2 എത്ര? 37. 3 5s are 15 പ്ലസ് 3 18. 5 7 3 ആഡ് ചെയ്യുമ്പോൾ 12 16 5. അപ്പോൾ 5625നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. ഡെസിമൽ നമ്പേഴ്സ് എന്ന ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു. 100 ആണെങ്കിൽ 2 0 അല്ലേ? അപ്പോൾ 2 0 ആണെങ്കിൽ മുകളിലുള്ള ഡിനോമിനേറ്ററിൽ നിന്നും 2 ഡിജിറ്റ് മുന്നിലേക്ക് മാറ്റി എന്ത് കൊടുക്കുക? ഡെസിമൽ പോയിൻ്റ്, ദശാംശ സ്ഥാനം കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ചത് വിലക്കിഴിവാണ്, ഡിസ്കൗണ്ടാണ്. അപ്പോൾ യഥാർത്ഥ വില 375 ആയിരുന്നു. അപ്പോൾ ഡിസ്കൗണ്ടും കഴിഞ്ഞാണ് നമ്മൾ ബാക്കി പേ ചെയ്യേണ്ടത്. അപ്പോൾ ടെസ്സിക്ക് കൊടുക്കേണ്ട വില എത്രയാണ്? 375ൽ നിന്നും 56.25 എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം. അപ്പോൾ ഇതും ഡെസിമൽ മൈനസ് ചെയ്യാനാണ്. ഇതും നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചത് തന്നെയാണ്. എന്നാലും പറഞ്ഞുതരാം. 375ൽ ഡെസിമൽ ഇല്ല. ഇതിന് ഡെസിമൽ ഉണ്ടല്ലേ? ഡെസിമൽ കഴിഞ്ഞ് 2 ഡിജിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 375 കഴിഞ്ഞതിന് ശേഷം പോയിൻ്റ് ഇട്ട് 2 0 കൊടുക്കുക. പോയിൻ്റൊക്കെ ലെവൽ പിടിച്ച് വെച്ചതിന് ശേഷം 25. ഇനി നമുക്ക് സാധാരണ മൈനസ് ചെയ്യുന്ന പോലെ മൈനസ് ചെയ്യാം. ബോറോ ചെയ്യുക. ഇത് 10 ആവും, 9 ആവും. ഇതെത്രയാണ്? 4. ഇതെന്താവും? 6 ആവും. 10ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ 5, 9ൽ നിന്ന് 2 കുറയ്ക്കുമ്പോൾ 7. ഇത് 14 ആവും. 14ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ 8, 6ൽ നിന്ന് 5 കുറയ്ക്കുമ്പോൾ 1. 318.75. ടെസ്സി കൊടുക്കേണ്ട ബുക്കിൻ്റെ വില എന്ന് പറയുന്നത് 318.75 റുപ്പീസാണ്. അടുത്തയാൾ നാസറാണ്. നാസർ വാങ്ങിയ ബുക്കിൻ്റെ വില എന്ന് പറയുന്നത് 630 രൂപയാണ്. പ്രൈസ് ഓഫ് ബുക്ക് 630. ബുക്കിൻ്റെ വില, പുസ്തകത്തിൻ്റെ വില 630 അല്ലേ? അപ്പോൾ നാസറിനും 15% തന്നെയായിരുന്നു ഡിസ്കൗണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് നമുക്ക് എത്രയാണെന്ന് നോക്കാം. ഡിസ്കൗണ്ട് അതായത് വിലക്കിഴിവ് 15% ഓഫ് 630. പെർസെൻറ്റേജ് മാറ്റാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 630. ഇവിടെ ഒരു 0 ഉണ്ട്, ഇവിടെ ഒരു 0 ഉണ്ട്, ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ബാക്കി 15 × 63 ഡിവൈഡഡ് ബൈ 10. 15 × 63 ചെയ്ത് നോക്കുക. 15 × 63 ചെയ്യുമ്പോൾ 945 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 10. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് എന്താ ചെയ്യേണ്ടത്? ഒരു ഡിജിറ്റ് മുന്നിലോട്ട് പോയിൻ്റ് കൊടുക്കുക. കണ്ടോ? അപ്പോൾ 94.5 എന്ന് കിട്ടും. അത്രയും റുപ്പീസാണ് ഡിസ്കൗണ്ട്. ഇനി ഡിസ്കൗണ്ട് എമൗണ്ട് എത്രയാണെന്ന് കണ്ടുപിടിക്കേണ്ടേ? വിലക്കിഴിവ്, അതായത് നാസറിന് അടയ്ക്കേണ്ടത്. നാസർ ഹാസ് ടു പേ. നാസർ കൊടുക്കേണ്ട വില ഒറിജിനൽ പൈസയായിരുന്ന, യഥാർത്ഥ വിലയായിരുന്ന 630ൽ നിന്ന് 94.5 മൈനസ് ചെയ്യുക. അപ്പോൾ 630.00 മൈനസ് 94.5. 5 5 10 10 535.5 എന്ന് വരും. 535.5. അടുത്തതായിട്ട് ജേക്കബ് വാങ്ങിയ ബുക്കിൻ്റെ വില 432 രൂപയാണ്.
ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് 15%, അതായത് 15% ഓഫ് 432 പെർസെൻറ്റേജ് മാറ്റുന്നത് 15% ഓഫ് 432. 15% എന്ന് പറഞ്ഞാൽ 15/100 ഇൻറ്റു 432. അപ്പോൾ ഇവിടെ നമുക്ക് 15നെയും 432നെയും കൂടി ഇൻറ്റു ചെയ്തതിന് ശേഷം 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 15ഉം 432 കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് 6480 എന്ന് കിട്ടും. ഡിവൈഡ് ബൈ 100, ഒരു സീറോയും ക്യാൻസലായി പോയി കഴിഞ്ഞാൽ 648 ഡിവൈഡ് ബൈ 10. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് 648ൻ്റെ ലെഫ്റ്റിലേക്ക് ഒരു പോയിൻ്റ് കൊടുക്കാം. 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് ഒരു ഡിജിറ്റ് മുന്നോട്ട് മാറ്റി പോയിൻ്റ് കൊടുക്കുക. ഇനി ഇത് ഡിസ്കൗണ്ടാണ്. ഇനി ജേക്കബിന് തിരിച്ചടയ്ക്കേണ്ട പൈസ, ജേക്കബ് ഹാസ് ടു പേ. ഇത് ബുക്ക് 432 രൂപയാണ് ബുക്കിനെങ്കിൽ അതിൽ നിന്ന് 64.8 രൂപ കുറച്ച് കൊടുത്താൽ മതി. 432 നിന്ന് 64.8 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 367.2 കിട്ടും. അപ്പോൾ ജേക്കബ് ബുക്കിനായിട്ട് അടയ്ക്കേണ്ട വില 367.2 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, എ പേഴ്സൺ ബോറോഡ് 26,750 rupees from a bank where the interest is 12% each year. How much should he pay back after 1 year? ഒരാൾ ബാങ്കിൽ നിന്ന് 26,750 രൂപ കടമെടുത്തു. ഒരു വർഷത്തെ പലിശ 12%. ഒരു വർഷം കഴിയുമ്പോൾ എത്ര രൂപ തിരിച്ചടയ്ക്കണം? രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ പേഴ്സൺ ബോറോഡ് 26,750 rupees ഫ്രം എ ബാങ്ക്. ഒരു വ്യക്തി 26,750 രൂപ ഒരു ബാങ്കിൽ നിന്ന് കടം വാങ്ങിക്കുകയാണ്. വേർ ദ ഇൻട്രസ്റ്റ് ഈസ് 12%. അവിടെ പലിശ 12%. ഹൗ മച്ച് ഷുഡ് ഹി പേ ബാക്ക് ആഫ്റ്റർ 1 year? ഒരു വർഷം കഴിഞ്ഞതിന് ശേഷം എത്ര രൂപയാണ് തിരിച്ചടയ്ക്കേണ്ടത്? അപ്പോൾ ഈ ബാങ്കിൽ പലിശ നിരക്കെന്ന് പറയുന്നത് എത്രയാണ്? ഇൻട്രസ്റ്റ് റേറ്റ് 12% ആണ്. 12% പലിശ നിരക്ക്. അയാൾ ബോറോ ചെയ്ത എമൗണ്ട് എത്രയാണ്? കടം വാങ്ങിയ തുക, എമൗണ്ട് ബോറോഡ്. കടം വാങ്ങിയ തുക എത്രയാണ്? 26,750. 26,750 കടം വാങ്ങിയ അല്ലെങ്കിൽ ലോണായിട്ട് വാങ്ങിയ തുക, കടം വാങ്ങിയ തുക. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് അഥവാ പലിശ. പലിശ എന്ന് പറയുന്നത് ഈ 26,750ൻ്റെ 12%. പെർസെൻറ്റേജ് മാറ്റാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ഇൻറ്റു ചെയ്യുക. ഇവിടെ ഒരു സീറോ ഉണ്ട്, ഇവിടെ ഒരു സീറോ ഉണ്ട്, ക്യാൻസലായി പോകും. നമുക്ക് 12 ഇൻറ്റു 2675 ഡിവൈഡഡ് ബൈ 10. അപ്പോൾ മുകളിലുള്ള ഈ വാല്യൂ നമുക്ക് ഇൻഡിവിജ്വൽ എടുക്കാം. 12 ഇൻറ്റു 2675 ഇൻറ്റു ചെയ്യുമ്പോൾ 32,100 എന്ന് കിട്ടും. അതിന് 10 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 0 ക്യാൻസലായി പോയിട്ട് 3,210 രൂപയാണ് പലിശയായിട്ട് വരുന്നത്. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചടയ്ക്കേണ്ട തുകയാണ് കാണേണ്ടത്, അല്ലേ? ഹി ഷുഡ് പേ ബാക്ക് ആഫ്റ്റർ 1 year. ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചടയ്ക്കേണ്ട തുക. ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചടയ്ക്കേണ്ട തുക എത്രയാണ്? എത്ര രൂപയാവും? കടം വാങ്ങിയത് 26,750. അതിനോടുകൂടി എത്ര ആഡ് ചെയ്യുക? 3,210 രൂപ കൂടി ആഡ് ചെയ്യുക. 26,750 പ്ലസ് 3,210 29,960. 29,960 രൂപയാണ് ഒരു വർഷം കഴിഞ്ഞ് തിരിച്ചടയ്ക്കേണ്ടത്. തേർഡ് ക്വസ്റ്റ്യൻ, എ കമ്പനി ഗീവ്സ് 8% ഓഫ് 1 month's salary ആസ് ബോണസ് ഫോർ ഓണം. ഹൗ മച്ച് ഡസ് എ മാൻ ഹൂസ് മന്ത്ലി സാലറി ഈസ് 46,375 rupees ഗെറ്റ് ആസ് ബോണസ്? ഒരു കമ്പനി ഒരു മാസത്തെ ശമ്പളത്തിൻ്റെ 8% ഉത്സവ ബത്തയായി കൊടുക്കുന്നു. 46,375 രൂപ ശമ്പളമുള്ള ഒരാൾക്ക് എത്ര രൂപ ഉത്സവ ബത്ത കിട്ടും?
മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരുന്നത്? എ കമ്പനി ഗീവ്സ് 8% ഓഫ് 1 month സാലറി ആസ് ബോണസ് ഫോർ ഓണം. ഒരു കമ്പനി ഓണത്തിന് 8% ബോണസ് കൊടുക്കുകയാണ്. ഹൗ മച്ച് ഡസ് എ മാൻ ഹൂസ് മന്ത്ലി സാലറി 46,375 rupees ഗെറ്റ് ആസ് ബോണസ്? 46,375 രൂപ വരുമാനമുള്ള ഒരാൾക്ക് എത്ര രൂപയാണ് ബോണസ് കിട്ടുന്നത്? അപ്പോൾ കമ്പനി കൊടുക്കുന്ന ബോണസ് എത്ര % 8% കമ്പനി കൊടുക്കുന്ന ബോണസ്. അപ്പോൾ ഒരാളുടെ സാലറി, ഒരാളുടെ വരുമാനം എന്ന് പറയുന്നത് ഇവിടെ 46,375 രൂപയാണ് ശമ്പളം. അപ്പോൾ അയാൾക്ക് കിട്ടുന്ന ബോണസ് എന്ന് പറയുന്നത് എത്രയാണ്? ബോണസ് എമൗണ്ട് ആണ്. ബോണസ് കിട്ടുന്നത് 8% ഓഫ് 46,375. പെർസെൻറ്റേജ് മാറ്റുമ്പോൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഇൻറ്റു 46,375. ഇവിടെ 8 ഇൻറ്റു 46,375 മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അതായത് 3,71,000 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 100. 2 0 ക്യാൻസലായി പോയി കഴിഞ്ഞാൽ 3,710 രൂപയാണ് ഇയാൾക്ക് ബോണസായിട്ട് കിട്ടുന്നത്.